ഹലോ മാഡം, ഞാൻ മേരി തോമസാ. എന്തിനാ മാഡം പരിചയപ്പെടുത്തൽ? നമ്പർ എനിക്ക് കാണാപ്പാടോ? മാഡം, നന്ദനോ ഗിരീഷോ ആരെങ്കിലും അടുത്തുണ്ടോ? ഇല്ലല്ലോ മാഡം. എന്താ മാഡം? ത്യാഗരാജനെ കാണാനില്ല. ഏത് ത്യാഗരാജനാ മാഡം? തേവക്കാട്ടെ ചന്ദ്രമതിയുടെ സഹോദരൻ. ഓ, ത്യാഗരാജനെ കാണാനില്ലെന്നോ? അയാൾക്ക് എന്ത് പറ്റി മാഡം? അല്ല, കയ്യിലിരിപ്പ് അങ്ങനെയല്ലേ? പഴയ വൈരാഗ്യമുള്ള ആരുടെയെങ്കിലും മുമ്പിൽ ചെന്ന് വീണ് കാണും. ചെന്ന് വീണത് മറ്റാരുടെയും കയ്യിലല്ല, നന്ദന്റെയും ഗിരീഷിന്റെയും കയ്യില. അയ്യോ മാഡം, ഇന്ന് രാവിലെ അവര് തേവക്കാട്ട് പോയി ത്യാഗരാജനെ കൊന്നുകളയെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അതിനെ തുടർന്ന് കാണാതായത്. മാഡം, എത്രയും പെട്ടെന്ന് നന്ദനെയും ഗിരീഷിനെയും വിളിക്കണം. ത്യാഗരാജനെ വിട്ടയക്കാൻ പറയണം. എന്റെ അപേക്ഷയാ. എന്റെ മാഡം, ഞാൻ ലോകത്ത് ആരെ പിടിച്ചു വേണമെങ്കിലും സത്യം ചെയ്യാം, ഒരിക്കലും എന്റെ മോനോ മരുമോനോ ഇത് ചെയ്യില്ല. ഉറപ്പാ, ഞാൻ വാക്ക് തരാം മാഡം. അവരായിരിക്കില്ല ത്യാഗരാജനെ തട്ടിക്കൊണ്ടുപോയത്. അവർക്കതിനുള്ള സാമർഥ്യമുണ്ടോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഇതിന്റെ പിറകില് ചാകാൻ തീരുമാനിച്ചിറങ്ങിയ ആരെങ്കിലും ആയിരിക്കും മാഡം. ചിലപ്പോ ഇപ്പൊ തന്നെ ആ ത്യാഗരാജനെ കൊന്നിട്ടുണ്ടോന്നും അറിയാൻ വയ്യ. മാഡം, ഇത് നിസ്സാരമായിട്ട് തള്ളിക്കളയല്ലേ? മാഡത്തിന്റെ കുടുംബം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലല്ലേ? എന്റെ മാഡം, നീ ചന്ദ്രോത്തുനിന്ന് ഇറങ്ങിയതോടെ ഇപ്പൊ ജീവിതത്തോട് തന്നെ വിരക്തിയ. ശിഷ്ടകാലം എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചു കൂട്ടിയാ മതിയെന്ന. പ്രതികാരവും വെല്ലുവിളിയും ഒക്കെ വച്ചുകെട്ടി ഉള്ള കഞ്ഞിയും കുടിച്ച് എവിടെയെങ്കിലും ചുരുണ്ടുകൂടണം, കാലം തള്ളി തീർക്കണം, മതി. അതിനിടയിൽ എന്ത് ത്യാഗരാജൻ, ഏത് ത്യാഗരാജൻ? മാഡം പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള പ്രശ്നമായിരിക്കും വരാൻ പോകുന്നത്. വന്നതിലും വലിയ എന്ത് പ്രശ്നമാണ് മാഡം എനിക്കിനി വരാനുള്ളത്? പിന്നെ പ്രശ്നങ്ങൾ വന്ന് നേരിട്ടേ പറ്റൂ എന്നുള്ള സ്ഥിതിയാകുമ്പോ നേരിടാനും പ്രഭയ്ക്കറിയാം മാഡം. മാഡത്തിനെ പോലെ പേടിച്ച് മണ്ണിനുള്ളിൽ തലപൂഴ്ത്തിയിരിക്കില്ല പ്രഭാവതി. ഇറങ്ങേണ്ട സമയത്തിറങ്ങും, തീർക്കേണ്ടവരെ തീർക്കുകയും ചെയ്യും. ത്യാഗരാജൻ കേസുമായിട്ട് എന്റെ ആൾക്കാരെ ബന്ധിപ്പിക്കണ്ട, അവരറിഞ്ഞ കാര്യമല്ല. സത്യം സത്യം സത്യം. വിശ്വാസമായില്ലേ?